ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ്. നമ്മുടെ ഡേ 8 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു നല്ല ടീച്ചിങ് മാനുവൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഹാൻഡ് ബുക്ക് വേണം, ഒരു യൂണിറ്റിന്റെ ഒരു സ്പ്ലിറ്റ് അപ്പ് ചെയ്ത ഒരു ഫയൽ വേണം, പിന്നെ ഒരു ടീച്ചിങ് മാനുവലിന്റെ റെഫറൻസ് വേണം. ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിന്റെ ആണ്. മൂന്നാം ക്ലാസ്സിന്റെ ഹാൻഡ് ബുക്കാണ്. മൂന്നാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ്. മൂന്നാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ്. ഇത് 16 പേജുള്ളതാണ്. 16 പേജുള്ളതാണ്. 16 പേജുള്ളതാണ്. ഞാൻ ഓടിച്ചു നോക്കുന്നേ ഉള്ളൂ. ഇത് അതിന്റെ പാഠം തന്നെയാണെന്ന് ഒന്ന് കൺഫേം ചെയ്യാനാണ്. കരിക്കുലം റിവിഷനൊക്കെ വന്ന് കിടക്കും. അപ്പൊ ഇത് ലാംഗ്വേജ് ലേണിംഗ് മെയിൻ അല്ല. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാവോ ടീച്ചർ? ഞാൻ ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതല്ല, ഇതായിരിക്കും. യെസ്, ഇത് ഈ ടെക്സ്റ്റ് ഇത് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഈ ടെക്സ്റ്റ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒത്തിരി പിക്ചറുകളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ടോക്കൺസ് ഇതിനകത്ത് ചിലവാകും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, എന്താ ടോക്കൺ? ഇവരുടെ യൂണിറ്റ് ടോക്കണാണ് എല്ലാ ചാറ്റ് ബോട്ടിന്റെ. നമ്മൾ എന്തുമാത്രം ടോക്കൺസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് തീരും. ഒരു ഫ്രീ അക്കൗണ്ടിന് ഇത്ര ടോക്കൺ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കറക്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊരു മെയിൻ ആയിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം, ഇത്രയും കുറച്ചായിരിക്കും. എങ്ങനെ ഈ ടോക്കൺ കുറയ്ക്കാം? ഇതിൽ ഒത്തിരി ഇമേജുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ടോക്കൺ എടുക്കുന്ന സാധനങ്ങളാണ്. വെറും ടെക്സ്റ്റ് മാത്രമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് പെട്ടെന്ന് നടക്കും. പക്ഷെ നമുക്ക് ഇമേജിന്റെ ആവശ്യമില്ല ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാനായിട്ട്. അപ്പൊ എങ്ങനെ ഈ ഇമേജുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഫയലില്, ഈ കാണുന്ന ഈ ഫയലിനെ ഇതുപോലെ ഈ കാണുന്ന പോലെ ആക്കിയെടുക്കാം. ഇപ്പൊ ഇതിനെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച ഫയലാണ്. ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കി വെക്കാം. നിങ്ങൾ പലർക്കും ഇപ്പൊ ഐഡിയ കിട്ടിക്കാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോണത്. കിട്ടാത്തവർക്ക് വേണ്ടി പറയാണ്, ഒന്നും ചെയ്യണില്ല. ഞാൻ ചാറ്റ് ജി പി ടിയോട് പറയും, എനിക്ക് ഈ ടെക്സ്റ്റ് ബുക്കിനെ, ഈ ടെൻഡർ ടച്ച് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിനെ TXT ഫോർമാറ്റ്, ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആക്കി തരണം എന്ന് ഞാൻ ചാറ്റ് ജി പി ടിയോട് പറയും. അവരെനിക്കത് തയ്യാറാക്കി തരും. ഇതായിരിക്കും നമ്മൾ ഫൈനൽ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്തോണേ. ഇപ്പൊ സമയം തന്നെ ഒരുപാടായിരുന്നു. ഒരു 9:30-10 മണിക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കും. ഇങ്ങനെ തന്നെ ഹാൻഡ് ബുക്കൊക്കെ നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, തുടങ്ങാം. ആദ്യമായി ചാറ്റ് ജി പി ടി ഓൺ ആക്കുക. യെസ്, ചാറ്റ് ജി പി ടി റെഡിയാണ്. അതിനകത്ത് അറ്റാച്ച് കൊടുക്കുക. അറ്റാച്ച് കൊടുക്കുക. ഇത് കിടക്കുന്ന ഡെസ്ക്ടോപ്പിൽ ടീച്ചിങ് മാനുവൽ. ഇതാണ് എൻ്റെ ടെക്സ്റ്റ് ബുക്കിന്റെ PDF. ഇതിൽ യൂണിറ്റ് ഫുൾ ഉണ്ട്. എങ്ങനെ വളരെ ലളിതമായി പറയാം? ഐ നീഡ് ദിസ് PDF ഫയൽ ടു ടെക്സ്റ്റ് ഫയൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ്. ടെക്സ്റ്റ് ഫയലാക്കി തരാൻ പറയുന്നു. ചാറ്റ് ജി പി ടി അങ്ങനെ ചെയ്തു തരും. ഇനി നിങ്ങൾക്കുള്ള ജോലി ഹാൻഡ് ബുക്കിനെയും എന്തിനേയും ചെയ്യണം? നമ്മുടെ റെഫറൻസ് ടീച്ചിങ് മാനുവലിനെയും ഇതുപോലെ ആക്കണം. ഇതായിരിക്കും. കണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ലിങ്ക് ഒക്കെ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ഹിയർ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫയൽ ഡൗൺലോഡ് പോയി നമുക്ക് ഇവിടെ ഡൗൺലോഡ് കിട്ടും. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും വണ്ടർ അടിച്ചിരിക്കണം എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരിക്കൽ കൂടെ പറയട്ടെ. ഓക്കെ, ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണേ. നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ പോവുകയാണ്.
അതിനൊക്കെ മുന്നൊരുക്കം ഉണ്ടല്ലോ. മുന്നൊരുക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര പേരുണ്ട്? 27 പേര്. വെരി ഗുഡ്. നോക്കിക്കോളൂ. മുന്നൊരുക്കം സാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാർ നമ്മൾ മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടീച്ചേഴ്സ് അല്ല. ആ, പറയാം. ഒരു നമ്മുടെ ടീച്ചിങ് നമ്മുടെ പറയൂ ടീച്ചർ. ഹാൻഡ് ബുക്കും അതുപോലെ പാഠപുസ്തകത്തിന്റെ ഒക്കെ PDF ഫുൾ ആയിട്ട് ഒരു 5 ചാപ്റ്ററുകൾ ഒരുമിച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹാൻഡ് ഉം. ബുക്കിന്റെ ഒറ്റ യൂണിറ്റ് ആയിട്ട് അതെങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? PDF ആക്കി എങ്ങനെ മാറ്റാൻ പറ്റും അത്? യെസ്, നല്ല ക്വസ്റ്റ്യൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആ ചോദ്യത്തിന് കൂടെ ഉത്തരം കണ്ടെത്താം. ഇപ്പോ ഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എടുത്ത് അതിൽ കാണിച്ചു തരാം. ടീച്ചർ ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. നമ്മുടെ കയ്യിൽ മുഴുവനും ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാവുമല്ലോ. അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാൻഡ് ബുക്ക്. ഇംഗ്ലീഷിന്റെ ഹാൻഡ് ബുക്കാണ്. 2092 KB ഉള്ള വലിയ സൈസാണ്. ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് ടീച്ചർ പറഞ്ഞ സംശയം. മുഴുവൻ ഹാൻഡ് ബുക്കിനെ എങ്ങനെ 137 പേജാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ഇത്രേ പറയാനുള്ളൂ. നമ്മളെ കൂട്ടുകാരെടുത്ത് നമ്മൾ പറയണത് പോലെ പറയും. നോക്കിക്കോളൂ. പലർക്കും മനസ്സിൽ വന്നതാണ് എന്താണ് ഞാൻ പറയാൻ പോണത്. പ്രോംപ്റ്റ് എന്താ. അയ്യോ, ഞാൻ കൊടുത്തത് എവിടെ വന്നത്. ഉം. ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആ പ്ലസ്സിൽ ആവുന്നില്ല. ആ, ഓക്കെ. ഡോക്യുമെന്റ്സ്. ഇങ്ങനെ ഡൗട്ടുകൾ ചോദിച്ചാൽ ക്ലാസ് കൂടുതൽ ഇന്ററാക്റ്റീവ് ആവും. 3-ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ഹാൻഡ് ബുക്ക് ആണ് വേണ്ടത്. ഐ നീഡ് ഫസ്റ്റ് യൂണിറ്റ് സെപ്പറേറ്റ് PDF ഫയലെന്നോ ടെക്സ്റ്റ് ഫയലെന്നോ കൊടുക്കാം കേട്ടോ. PDF ആണെങ്കിൽ PDF ആയിട്ട് കിട്ടും. ടെക്സ്റ്റ് ഫയലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് ജോലി കുറയും. ഞാൻ PDF പറയാം. ടീച്ചർ ചോദിച്ചതല്ലേ. PDF ഫയലായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത്തിരി സമയം എടുക്കും കേട്ടോ ഇന്നത്തെ ക്ലാസ്. ഇത്തിരി കാര്യങ്ങൾ കൂടുതൽ പറയാനും. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മളിപ്പോ പുതിയൊരു ടൂള് പഠിക്കും. ക്ലോഡ്. ക്ലോഡിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യിക്കാൻ. ക്ലോഡിലായതുകൊണ്ട് അതിന്റെയും കൂടെ സമയം പിടിക്കും. എനിവേ ഇതാ കിട്ടിയേ. ടീച്ചർ പറഞ്ഞ സംശയത്തിന് ഒരു ഇതാണേ, ഉത്തരവാണേ. ഇതാണ്. അപ്പോൾ അത് മാത്രമായിട്ട് കിട്ടി. ഇനി നമ്മൾ ഓപ്പൺ ആക്കി കാണണമല്ലോ. നമ്മൾ എന്ത് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ ഇതാക്കൂല. നമ്മൾ ഓപ്പൺ ആക്കി കണ്ണുകളാൽ കണ്ട് വിശ്വസിക്കണം. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കും. ഇതാണ് ടെൻഡർ ടച്ച്. കണ്ടല്ല, ആദ്യമേ വന്ന ഇതാ. മറ്റേത് ഹാൻഡ് ബുക്കിന്റെ സെപ്പറേറ്റ് ആദ്യത്തൊക്കെ ഉള്ള ആണ്. ഇതിൽ അതുപോലെ 28 പേജുമാണ് കാണിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ഫയൽ. ഐ നീഡ് TXT ഫയൽ ഓൾസോ. അങ്ങനെ കൊടുക്കും. ഇപ്പൊ അതും കൂടെ കിട്ടും. ഇപ്പൊ സംശയം ക്ലിയർ ആയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഹാൻഡ് ബുക്ക് ആയിരുന്നാലും ടീച്ചിങ് മാനുവൽ ആയിരുന്നു എന്ത് സാധനം ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കാൻ പറ്റും എന്നുള്ള കഴിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഇനി ചെയ്തു നോക്കുമ്പോഴേ കൂടുതൽ സെറ്റപ്പ് ആവുള്ളൂ. പക്ഷെ ഇതാണ് മെത്തേഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ 1-2 വരികൾ മാത്രം അടിച്ചു കൊടുക്കുന്നതിൽ സാധനം കിട്ടും. ഇങ്ങനെ കിട്ടിയത് അത്ര ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കട്ടെ. ഈ ടെക്സ്റ്റ് ഫയൽ മാത്രം ഞാൻ ആഡ് ചെയ്യണുള്ളേ. എഡിറ്റ്, അപ്ലോഡ്. ഈ ഈ രീതിയിൽ നമ്മുടെ കോഴ്സ് ചേഞ്ച് ചെയ്ത രണ്ടാമത്തെ ബാച്ചാണ്. ഇതിന് മുന്നത്തെ ബാച്ചിലൊക്കെ നമ്മൾ PDF ഫയലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സിന് റിസൾട്ട് കിട്ടൂല. അപ്പോ പൊതുവെ അറിയാലോ, ടീച്ചേഴ്സ് സമയത്തിന് വലിയ ഇതുള്ളതാണ്. എല്ലാവരും അധിക സമയം മെനക്കെടും. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി എടുത്തതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഡൗൺലോഡ്സ് അല്ല, ഡെസ്ക്ടോപ്പ്.
ഡെസ്ക്ടോപ്പിൽ ടീച്ചിങ് മാനുവൽ ഇംഗ്ലീഷ്, അതിൻ്റെ അകത്ത് ഇത് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഇതാണ്, ഇത് ഹാൻഡ് ബുക്കാണ്, ഇത് ടീച്ചിങ് മാനുവലിന്റെ സാമ്പിളാണ്. അത് വേർഡ് ഫയലാണ് കേട്ടോ, അത് ഓൾറെഡി ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും ചെയ്യാറ്. ഇപ്പൊ 3 ഫയൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ ഈ 3 ഫയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ചാറ്റ് ജി പി ടിയിൽ വർക്ക് ചെയ്യും, ജെമിനിയിൽ വർക്ക് ചെയ്യും, ക്ലോഡിലും വർക്ക് ചെയ്യും. ക്ലോഡ് എന്താണെന്നൊന്ന് പരിചയപ്പെടുത്താം. ഉം. ക്ലോഡ്, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ക്ലോഡിനെ കുറിച്ച് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലോഡ് ആന്ത്രോപ്പിക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. ഈ അടുത്ത ഒരു വർഷത്തിനകത്തേ ആയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടാണ്. ഇവരുടെയും ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഈ ചാറ്റ് ബോട്ടിന്റെയും വ്യത്യാസം എന്താണ്? ക്ലോഡ് അതിന്റെ 10 ഇരട്ടി പെർഫോമൻസ് വ്യത്യാസമാണ്. രണ്ടും ഏം, രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഞാൻ രണ്ടും എല്ലാ അത്യാവശ്യം 3-4 ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ പ്രൊഫഷണലി ചെയ്യുമ്പോൾ എടുക്കുന്ന ഇതാണ്, ക്ലോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലോഡ് എടുക്കാനായിട്ട് ഗൂഗിൾ എടുത്തിട്ട് CLAUDE, ക്ലോഡ് AI എന്ന് അടിച്ചു കൊടുക്കും. ഗൂഗിൾ എടുക്കുക, ക്ലോഡ് AI അടിക്കുക. അപ്പൊ നമുക്ക് ക്ലോഡിന്റെ ഒരു ഇന്റർഫേസ് നമുക്ക് കിട്ടാം. ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും, നമ്മൾ സ്ഥിരം ചെയ്യുന്ന സാധനങ്ങൾ. ന്യൂ ചാറ്റ് കിടപ്പുണ്ട്, ഞാൻ റീസെന്റ് വർക്ക് ചെയ്തൊക്കെ അവിടെ കാണിക്കും. ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാനുള്ള സാധനമുണ്ട്, ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത 3 ഫയലും ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുമ്പോ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. ചില നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്തിരി സമയം പിടിക്കും ഈ ക്ലോഡിൽ വരാനേ. റിസൾട്ട് കിട്ടാൻ ഒരു 3 to 5 മിനിറ്റ് വരെ പിടിക്കും. പെട്ടെന്ന് കിട്ടില്ല. യെസ്, 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 ടീച്ചിങ് മാനുവൽ തന്നെയാണ്. ഓക്കെ, ഓക്കെ, 1 2 3. ഇനി നമ്മളെ പ്രോംപ്റ്റ് വേണമല്ലോ. പ്രോംപ്റ്റ് എവിടെ ഉണ്ട്? ക്ലാസ് റൂമിൽ. ഇവിടെ ക്ലോഡിന്റെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടേ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ സ്റ്റെപ്പുകൾ പറയണം. ആദ്യം ഹാൻഡ് ബുക്ക് വേണം, രണ്ടാമത് ടെക്സ്റ്റ് ബുക്ക് വേണം, മൂന്നാമത് റെഫറൻസ് ടീച്ചിങ് മാനുവൽ വേണം, അതിനകത്ത് പ്രോംപ്റ്റ് എവിടെയാണ് വരുന്നത്? അതാണ് പ്രോംപ്റ്റ്. യു ആർ എൻ എക്സ്പേർട്ട് കേരള കരിക്കുലം ഡിസൈനർ. ഇവിടെയാണ് പ്രോംപ്റ്റ് കിടക്കുന്നത് കേട്ടോ. രണ്ട് ഈ ഡോട്ടഡ് ലൈൻ തന്നിട്ട് അവിടെ മുതൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇത്രയും എടുക്കും. ഒരു തവണ നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക, ഇതിനകത്ത് പേസ്റ്റ് ചെയ്യും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ ഒരു ട്രിക്ക് പറഞ്ഞു തന്നു. നമ്മൾ ടെക്സ്റ്റ് രൂപത്തിലാക്കിയപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ അത്യാവശ്യം കുറഞ്ഞു കിട്ടി. ഇതിനകത്തും കുറെ വെർഷൻസ് ഉണ്ട്, കുറെ മോഡൽസ്. സോണറ്റ് 5 ഇപ്പൊ കിടക്കുന്ന ഹൈക്കു 4.5 ഉണ്ട്. അപ്പൊ അത്യാവശ്യം താരതമ്യം കുറഞ്ഞ ഒരു മോഡലാണ് ഞാൻ എടുക്കുന്നത്. റിസൾട്ട് കമ്പാരിറ്റീവ്ലി വ്യത്യാസം ഉണ്ടാവും. ഇതിനേക്കാളും ഈ 4.5 എന്ന് പറയുന്നത്, ഹൈക്കു 4.5 എന്ന് പറയുന്നത് ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി റിസൾട്ട് താഴെ ആയിരിക്കും. എങ്കിലും നമുക്ക് ചാറ്റ് ജി പി ടി തയ്യാറാക്കി തരുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഒരിക്കലും പറയാം, ഇത് മോഡലാണ്. ഓരോ ക്ലോഡിന്റെ ഓരോ മോഡലുകളാണ്. ഈ മോഡൽസ് അനുസരിച്ച് ലേറ്റസ്റ്റ് ഫേബിൾ 5 എന്നാണ് ലേറ്റസ്റ്റ് മോഡൽ. അത് ഉപയോഗിക്കുന്നതാണ് പ്രോ വേർഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇത് രണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ സോണറ്റ് 5 ഉപയോഗിക്കാം, 4.5. ഞാൻ 4.5 ആണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ കുറച്ച് ടോക്കൺസ് മാത്രമേ ചെലവാകാവൂ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് വെർഷൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ? ടെക്സ്റ്റ് ഫയൽ 3 ഞാൻ തന്നിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് 3 ഇവിടെ ഇട്ടു. കൂടാതെ നമ്മുടെ ക്ലാസ് റൂമിൽ കിടക്കുന്ന പ്രോംപ്റ്റിനെ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടു. എന്നിട്ട് മോഡൽ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ മോഡൽ നോക്കിയിട്ട് എടുത്ത് സെൻഡ് മെസ്സേജ് കൊടുത്തു.
ഇപ്പൊ ഇവിടെ പണി തുടങ്ങും. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളാണ് നമ്മൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടേ, അതൊന്ന് ശ്രദ്ധിക്കണം. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ചോദിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാലോ, കുഴപ്പമില്ല. പെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യായിരുന്നോ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ടീച്ചറെ. പെയ്ഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ആയി വരിക. ഈ പെയ്ഡ് വെർഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാം എപ്പോഴെന്ന് പറയും, നമ്മളിത് നല്ല മാസ്റ്റർ ആയതിനു ശേഷമേ ചെയ്യാം. കാരണം എനിക്ക് ഒരുപാട് പൈസ പോയിട്ടുണ്ട്. കാരണം നമ്മൾ അറിയാതെ ഏതെങ്കിലും കൂടുതൽ കൊണ്ട് തല വയ്ക്കും, പെട്ടെന്ന് നമ്മളെ ക്രെഡിറ്റ് എത്രയും തീരും. തുടക്കത്തിൽ സംഭവിച്ചതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ നേരത്തെ പറഞ്ഞില്ലേ, PDF പോലുള്ള സാധനങ്ങൾ നമ്മൾ ഫുൾ വലിയ ലാർജ് സൈസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഇത്രയും പെട്ടെന്ന് തീരും. അപ്പൊ അതിനകത്ത് കുറെ പഠിക്കാനാണ്. അത് ഈ ഫ്രീ വെർഷനുകളിൽ, അതെല്ലാ AI ടൂളിലും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എല്ലാ AI ടൂളുകളും ഫ്രീ വെർഷൻ ഉപയോഗിച്ച് നമ്മൾ തെളിയിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് മെച്ചമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ മാത്രം പെയ്ഡ് വെർഷൻ എടുത്താൽ മതിയാവും. അല്ലാതെ ചാടിക്കേറി എടുത്താൽ എനിക്ക് പറ്റിയതുപോലെ പഠിക്കാം, കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഇത് സമയം എടുക്കുന്ന കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് സമയം എടുക്കും. 3 to 5 മിനിറ്റ് നമ്മൾ പ്രതീക്ഷിക്കാം. ഈ സമയം വേണമെങ്കിൽ നമുക്കൊരു മറ്റൊരു പ്രാക്ടീസ് ചെയ്യാം. ഈ ചെയ്ത അത്രയും നമുക്ക് ChatGPT ഒന്ന് ട്രൈ ചെയ്തോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് റിസൾട്ടുകൾ കമ്പയർ ചെയ്യുന്ന രീതി നല്ലതാണ് രണ്ട് AI ടൂളുകളിൽ. കൗണ്ടിൽ പറഞ്ഞൊന്നും ഞാൻ വായിച്ചില്ല. നിങ്ങളൊരു എക്സ്പേർട്ട് SCRT കേരള കരിക്കുലം ഡിസൈനറായിട്ട് ആക്ട് ചെയ്യണം. എന്നിട്ട് ഉം, സമഗ്ര SSKയുടെ റിസോഴ്സ് ഡെവലപ്പറായിട്ട് ഇതൊക്കെ ചെയ്തു തരാനാണ് പറയുന്നത്. ഐ ഹാവ് അപ്ലോഡഡ് ദ ഒഫീഷ്യൽ ടീച്ചർ ഹാൻഡ് ബുക്ക് ഒക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് കഥകൾ ഇങ്ങനെ നീണ്ട് നീണ്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് യൂണിറ്റ് ഓഫ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്, ഇതിൽ വേണ്ടാത്തൊക്കെ നമുക്ക് ഒഴിവാക്കാം. യൂസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കേരള കൾച്ചറൽ കോണ്ടാക്സ്റ്റ് ഇതൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ഇതിനകത്ത് നോക്കാം. സെയിം പ്രൊസീജിയർ ആണ്, രണ്ടിലും സെയിം പ്രൊസീജിയർ ആണ് ആവർത്തിച്ചത്. ഓ ഓ, ഇതിൽ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അല്ല, ഫ്രഷ് ആണ്. മേ ബി പ്രിപ്പയർ പബ്ലിക്കേഷൻ ക്വാളിറ്റി SCRT. കുറെ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കും നമ്മളെടുത്ത്. കൺഫേം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ രീതിയിലാണ് തയ്യാറാക്കി തരാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ്. ഇവര് പറയുന്നത് 140 മുതൽ 180 പേജ് വരെ വരും എന്നാണ് പറയുന്നത്. നമുക്കതിനെ ഫസ്റ്റ് പീരീഡ് മാത്രം ആദ്യം ഒന്ന് തയ്യാറാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടാം. അപ്പൊ അവർക്ക് വലിയ ലോഡ് കയറില്ലല്ലോ. ഐ നീഡ് ഫസ്റ്റ് ഐ നീഡ് ഫസ്റ്റ് പീരീഡ് ഫോർ ജസ്റ്റ് ഒബ്സർവ്. അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പീരീഡ് മാത്രമായിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധാരണ നമ്മൾ മറ്റു പല രീതികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല മെത്തേഡാണ് ഇത്. നമുക്ക് ആദ്യം ഇതൊന്ന് അനലൈസ് ചെയ്യാം. ഒരു വാം അപ്പ് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷീണിച്ചൊക്കെ ഇരുന്നായിരിക്കില്ലേ കാണും. പക്ഷെ ഇപ്പൊ റിസൾട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ വന്ന് കാണും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കങ്ങനെയാണ്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എനിക്ക് വയ്യായിരുന്നു, കുഞ്ഞിന് വയ്യായിരുന്നു, എല്ലാം കാണിച്ച് വന്ന് കയറിയതായിരുന്നു. റിസൾട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം.
ഇതാണ് സം ഇതാണ് നമ്മുടെ റിസൾട്ട്. എനിക്കിത് എല്ലാ പേജും കൂടെ ഒരു 80 പേജ് നിർത്താം. അപ്പൊ അതിനുവേണ്ടി എന്ത് പ്രോംപ്റ്റ് കൊടുക്കാം? ഐ നീഡ് ഫുൾ ടീച്ചിങ് മാനുവൽ വിത്തിൻ 80 പേജൊക്കെ അല്ലേ സാധാരണ വരാറ്, അല്ലേ? റിമെമ്പർ റിമെമ്പർ ഡോണ്ട് മിസ് റിമെമ്പർ ഡോണ്ട് മിസ് നെസസറി ഫീൽഡ്സ്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് എനിക്കത് 80 പേജിൽ ചുരുക്കി തരണമെന്ന് പറയുമ്പോൾ ചാറ്റ് ജി പി ടിക്കും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. I will model the organizational professional appearance of that reference teaching manual while ensuring the content. ഓക്കെ, ഒരു തയ്യാറാക്കി തരാമെന്നാണ് പറഞ്ഞേ. ഫോർമാറ്റ് കൂടെ പറഞ്ഞേ, എങ്ങനെ ഏത് ഫോർമാറ്റാണ് നമുക്ക് നല്ലത്? ഡോക്ക് ആണെങ്കിൽ കോപ്പി ചെയ്തിടാൻ പറ്റും, ഇല്ലേ? PDF ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഏത് ഫോർമാറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്? ഏതിലാണോ നിങ്ങൾ ഫ്ലെക്സിബിൾ ആ രീതിയിൽ പറയാം. ഞാനിപ്പോൾ അതിനെ ഡോക്ക് ഫോർമാറ്റിൽ ആക്കി തരാം. ഐ നീഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് മനഃപൂർവ്വം ചേർത്താണ്, അതിനെ ഒന്ന് റിമെമ്പർ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതിപ്പോ കണക്ഷൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ അപ്പുറത്ത് ഒരു വർക്ക് നടക്കുകയാണ്. ഇപ്പുറത്തൊരു വർക്ക് നടക്കുകയാണ്. ഇതിപ്പോ ഇത്രയും കൊടുത്തു. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടണം. ഇനി നമ്മൾ അനലൈസും കൂടെ ചെയ്യണം. ഇത് അനലൈസ് ചെയ്യാതെ ഒരു കാരണവശാലും ടീച്ചിങ് മാനുവൽ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അനലൈസ് ചെയ്യുക, എന്ത് റിസൾട്ട് കിട്ടിയ, പ്രത്യേകിച്ച് ആണ് തയ്യാറാക്കുക, ഒരുപാട് തെറ്റുകൾ വരാം. എന്തിനേയും അനലൈസ് ചെയ്യുക. ഇതാണ് എനിക്ക് കിട്ടിയ ഇത് മുതൽ ആദ്യം മുതൽ നമ്മൾ കൊടുത്തതിൽ ഞാൻ കൊടുത്ത പ്രോംപ്റ്റുകളൊക്കെ വളരെ എളുപ്പമുള്ള പ്രോംപ്റ്റുകളാണ് ഇതിനിടയ്ക്ക് കൊടുത്തത്. ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ കൊടുത്ത് അതിനെ ഈ പരുവത്തിൽ ആക്കി എടുക്കുക. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. റിസൾട്ട് കാണാത്ത ഒരു പരിപാടി. റിസൾട്ട് നമ്മൾ കാണും, റിസൾട്ട് അനലൈസ് ചെയ്യും. ബോക്സ് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയാണ് വന്നു, കളറൊക്കെ മാറ്റി. പക്ഷെ പറ്റിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ TLM ഇല്ല, ടീച്ചിങ് മാനുവൽ ഫുൾ ഇല്ല. പീരീഡ് 1ന്റെ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആ പ്രോംപ്റ്റ് എടുത്തില്ല, മുഴുവൻ തയ്യാറാക്കി തരാൻ പറഞ്ഞത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് തിരിച്ചതിനോട് ചോദിക്കണം. അതാണ് ഇന്ററാക്ട് ചെയ്ത് കാര്യങ്ങൾ സാധിക്കുക. ഐ നീഡ് ഫുൾ. അപ്പൊ അതിനങ്ങനെയാണ് ഞാൻ കൊടുത്തതെന്ന് അതിന് മനസ്സിലായത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് ഫസ്റ്റ് പീരീഡ് മാത്രം തയ്യാറാക്കി തന്നു. ആനുവൽ ഇവിടെ നമ്മൾ അത്ര അവിടെ കഴിഞ്ഞ കേട്ടോ. നമ്മള് ഇതാണ് ഇന്നത്തെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചത്. ഇവിടെ വലിയ സർക്കസ് ഒന്നും വേണ്ടി വന്നില്ല. ആശാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തന്നു. ക്ലൗഡ് ക്ലൗഡ് എല്ലാം അനലൈസ് ചെയ്ത് നമുക്കിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ പരിപാടി. യൂണിറ്റ് ഓവർവ്യൂ ഉണ്ട്, SCRT ലേണിങ്സ്, പീരീഡ് 1, പീരീഡ് 2,
പീരീഡ് 3 to 18 ഒറ്റ ഇതിലാക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതെന്താണ് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഒരു വർക്ക് 3 മുതൽ 18 വരെ കൊടുത്തു. 6, 7, 8. അങ്ങനെ. ഓക്കെ ഓക്കെ. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഭയങ്കര പാട്, നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആയി വരുവേ. ഡൗൺലോഡ്. ഒരു മൽപ്പിടുത്തമാണ്. ചാറ്റ് ബോട്ടുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തി നമ്മൾ റിസൾട്ട് എത്ര, പിന്നെ കുറെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് ഇതാവും. എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ. ഇത് പറ്റില്ല. ഒരു മോഡല് കയറ്റി ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ടേ. അതായത് ഇപ്പോ ഇതിനകത്ത് റിസൾട്ട് കാണിക്കുന്നത് ഇതാണല്ലോ. റിസൾട്ട് വന്നിട്ടുണ്ട്, ഇതാണ് കാണിക്കുന്നത്. And I need PDF format. റീഡ് ചെയ്യാൻ വേണ്ടി പറയണേ. നോട്ട് നോ. എന്റെ ടൈം, യു ആർ ഔട്ട് ഓഫ് ഫ്രീ മെസ്സേജ്. എന്റെ ഫ്രീ മെസ്സേജിന്റെ സമയം കഴിഞ്ഞു. ഇനി എനിക്ക് 1:40 എനിക്കിത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, 1:40 ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ സ്വഭാവം കുറച്ചൊക്കെ മനസ്സിലായി കാണും. നമ്മൾ വിടത്തില്ല, റിസൾട്ട് കിട്ടുന്നത് വരെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒരു തവണ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയ റിസൾട്ടിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് പോലും. 9 മണിയായി. മലയാളം ടീച്ചിങ് മാനുവൽ കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അധിക സമയം എടുക്കില്ല, പെട്ടെന്ന് ചെയ്യാം. അപ്പൊ 3-മത്തെ ടീച്ചിങ് മാനുവലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഈ ചാറ്റ് ജി പി ടിയുടെ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്ര ബെറ്റർ അല്ല. ക്ലോഡ് ഓക്കെയാണ്, പക്ഷെ പൂർണ്ണമല്ല. നമുക്ക് പൂർണ്ണമായിട്ടുള്ള ടീച്ചിങ് മാനുവലാണ് വേണ്ട, പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ. അപ്പൊ ഇത് ക്ലോഡിന്റെ വേറൊരു യൂസറിലാണ് ഞാൻ കയറിയത്. ഒരു പ്രാവശ്യം അബദ്ധം പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കെയർ ആയി, ഭയങ്കര ശ്രദ്ധിച്ചായിരിക്കും അടുത്തത് ചെയ്യും. ഡെസ്ക്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ടീച്ചിങ് ഇംഗ്ലീഷ് 1, 2. സോനറ്റ് കൊടുക്കുകയാണേ. ഒരു സ്റ്റെപ്പ് മുകളിൽ കയറി കൊടുക്കേ. ഇപ്പൊ നിങ്ങൾക്ക് അത് രണ്ടും മോഡലുകൾ മനസ്സിലാക്കില്ല. നമ്മൾ ആദ്യം ചെയ്ത താഴത്തെ ടേബിൾ
അതിൻ്റെ ഇടയ്ക്ക് പേര് ഓർമ്മയില്ല അല്ലേ. ഹൈക്കു ആണ് നമ്മൾ ആദ്യം നോക്കിയത്. ഇപ്പൊ ഞാൻ സോണറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓരോ മോഡലിലും വ്യത്യാസമുണ്ട് കേട്ടോ, ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോ അതില് തയ്യാറായി വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് മലയാളം കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. മലയാളം ടീച്ചിങ് മാനുവൽ. മലയാളം ടീച്ചിങ് മാനുവൽ ഞാൻ എടുത്തു വച്ചേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഹാൻഡ് ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇത് ഒരു പീരീഡ് മാത്രമേ ഉള്ളൂ, നമുക്കത് മതി മോഡലിന് തന്നെ. അപ്പൊ ഇത് മൂന്നെണ്ണം നമ്മുടെ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്തിടാം. മലയാളത്തിന് വേണ്ടും മലയാളം പ്രോംപ്റ്റ് ഇതാണ് കേട്ടോ, ഈ കാണും താഴെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫയലും കൂടെ ആഡ് ചെയ്തേക്കും. മലയാളം മലയാളം One, two, three. Save. ഇനി കൺഫ്യൂഷൻ ആക്കുന്നത് നമ്മൾ ക്ലൗഡിൽ മാത്രമേ ചെയ്യാമോ? വെയിറ്റ്. അത് വരട്ടെ, ഇംഗ്ലീഷ് കണ്ട് അതിന്റെ തൃപ്തിയായിട്ട് നമുക്ക് മലയാളം ചെയ്യാം. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ സമയം നമുക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്താം. ഇതിനകത്ത് ഇവർ പറയുന്നത് ഐ വിൽ സ്ട്രക്ചേർഡ് ഇറ്റ് ആസ് 8 ലെസൺസ് അക്രോസ് 20 പീരീഡ്സ് ഉണ്ടാകുമെന്നാണ് പറയണത്. റഫ്ലി 4 വീക്സ് അറ്റ് 5 പീരീഡ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പലരും സ്റ്റാർ ആവാൻ പോവുകയാണ്. നിങ്ങളെ ടീച്ചിങ് മാനുവൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ആളുകൾ ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും അതിനകത്ത് കിട്ടും. ഇത് മാത്രമല്ല, ഒരുപാട് കോഴ്സ് നമ്മുടെ ഒരുപാട് ക്ലാസ്സുകൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ടീച്ചേഴ്സ് പഠിക്കുന്ന മാത്രമേ ഉള്ളൂ, വീഡിയോസ് കാണുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. ബഹുഭൂരിപക്ഷം ആളുകളും വീട്ടിൽ തിരക്കാണ്, അവരെ കുറ്റം പറയാനും പറ്റില്ല, മനസ്സിലാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നത് മെനക്കെടുന്നത് വേസ്റ്റാണ്. മറ്റേത് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് സമയം കണ്ടെത്തി ഈ വീഡിയോസ് വീണ്ടും 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 കണ്ട് ഒന്ന് ചെയ്യാൻ പറ്റിയാൽ അതൊരു നല്ലൊരു ഇതായിരിക്കും. ഈ കോഴ്സ് ചെയ്തതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടാം. നമ്മുടെ 2 ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട്. ഒന്ന്, എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ലാസ് എടുക്കും, റിവിഷൻ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ച എടുക്കും. പിന്നെ പുതുതായിട്ട് ഇനി അടുത്ത ഈ ഓഗസ്റ്റ് മാസം ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റഡ് വീഡിയോസ് തയ്യാറാക്കി തരും. അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കോഴ്സാണ്. അപ്പൊ അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് കഴിഞ്ഞ ടീച്ചേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്ഡേറ്റഡ് കോഴ്സുകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്കും കിട്ടും, അടുത്ത മാസം കഴിഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യും, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും അതിന്റെ ഫലം കിട്ടും. സാർ, നമുക്കിപ്പോ സമഗ്രയിലല്ലേ ടീച്ചിങ് നോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്?
അപ്പൊ നമ്മൾ തീർച്ചയായും. ഇതുപോലെ കിട്ടുന്ന നോട്ടിനെ പിന്നെ നമ്മൾ അതിന്റെ ആക്ടിവിറ്റി മാത്രം അതിലോട്ട് എടുക്കാന്നാണോ സാർ പറയുന്നത്? ഷെഡ്യൂളില്. സമഗ്രയുടെ ക്ലാസ് ഞാൻ പറയട്ടെ, സമഗ്രയുടെ ഒരു ക്ലാസ് സെപ്പറേറ്റ് നമ്മളുണ്ട് ഡേ 10-ലാണ്. അപ്പൊ എന്താ ആ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയില്ലേ, ആ ഈ ഒരു ടീച്ചിങ് മാനുവൽ ഇപ്പൊ നമ്മൾ ആ തയ്യാറാക്കുമല്ലോ, ആ അത് ഒന്ന് കൊണ്ട് തന്നെ പറയും. സമഗ്രയുടെ ഫീൽഡുകൾ അത്രയും പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് ഈ ടീച്ചിങ് മാനുവലിൽ നിന്ന് ഇത്രയും ഫീൽഡ് മാത്രം ആക്കിയിട്ട് സമഗ്രയിൽ അപ്ലോഡ് ചെയ്യാൻ പാകത്തിനാക്കി തരാൻ പറയും. ഓക്കെ ഓക്കെ. മനസ്സിലായി? ആ ടീച്ചറിന് ആ ഒരു മെനക്കേടുമില്ലല്ലോ. ആ ഇല്ല ഇല്ല. ഓക്കെ എല്ലാത്തിനും പോം വഴി കിടക്കുകയാണ്. ഓക്കെ. അത് കൂടെ നിന്ന് തന്നത്. ഞാൻ പറഞ്ഞത് ഇതാണ്, നമുക്ക് പെട്ടെന്ന് ഒരു 10 ക്ലാസ് കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ഇതിൽ എക്സ്പേർട്ട് ആവാൻ പറ്റില്ല. നമ്മളതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിലോട്ട് നമ്മൾ കൂടുതൽ ഇതാവാൻ. അപ്പൊ അതിൽ കുറേ വർക്കുകൾ ചെയ്യണം. കുറേ വർക്ക് ചെയ്യണം. ഇപ്പൊ ഡൗട്ട് വരും, ഇപ്പൊ ചോദിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഓൾമോസ്റ്റ് ഉള്ള ഒരു 80 ടീച്ചേഴ്സിന്റെ 80% പ്രശ്നം നിങ്ങൾക്ക് സൊല്യൂഷൻ AI കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കും. എന്ത് വരാ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് വർക്ക് നടക്കണം എന്നുള്ളത് കാണാൻ പറ്റും. ഇത് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള മെഷീനാണെന്ന് പറയാൻ കാരണം അതാണ്. ഓരോ ഘട്ടങ്ങളും കൂടുതൽ ChatGPT സെക്കൻഡുകൾക്കുള്ളിലാണ് ചെയ്തത്. അവന് വേറെ പണിയൊന്നും തരണ സാധനം അപ്പൊ ടക്കടക്കയെന്നങ്ങ് ചെയ്ത് തരും. ചോദ്യമില്ല, ഉത്തരവില്ല. ക്ലോഡ് എന്ന് പറയുമ്പോൾ സമയം എടുത്ത് അതിന്റെ എല്ലാ തരമൊക്കെ നോക്കി പതുക്കെ ചെയ്തു. അതുകൊണ്ടാണ് റിസൾട്ട് 10 ടൈം ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. ബിൽഡിംഗ് സ്ക്രിപ്റ്റ് ജനറേറ്റിംഗ് ദ ഫുൾ ടീച്ചിങ് മാനുവൽ ഡോക്യുമെന്റ്സ്. മലയാളം വെയിറ്റിംഗിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുപാട് യൂട്യൂബ് ചാനലുകളിലൊക്കെ ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കാൻ ഇനി എളുപ്പം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കാറുണ്ടേ. പക്ഷെ അതിങ്ങനെ പറയുമെങ്കിലും പലരും അതൊന്നും ചെയ്യാറില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ ചിലർ മെനക്കെട്ട് നിന്ന് അത് നോക്കി ഉണ്ടാക്കുകയും, ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിൽ. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവർ ഈ പറയണ പോലെ ഒന്നും എനിക്ക് കിട്ടാറില്ല. അത്ര എളുപ്പമല്ല. നമുക്കൊരു തൃപ്തി വേണമല്ലോ ഒരു ചെയ്ത സാധനം കിട്ടുമ്പോൾ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ആണല്ലോ നമ്മൾ മെനക്കെടുന്നതിന്. അങ്ങനെ അതിനൊന്നും തൃപ്തി വന്നില്ല. അപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഉള്ള വഴി കണ്ടെത്തിക്കൂടാ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ക്ലോഡിന്റെ അടുത്ത് പോയത്. ഇപ്പൊ ഏകദേശം 15 മിനിറ്റ് കൂടുതലായി ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ട്. കുഴപ്പമില്ല, ക്ഷമ. ടെക്സ്റ്റ് കണ്ടന്റ് TOC പേജിലോട്ട് തയ്യാറാക്കി. ഇനി നോക്കാം. ഇനി നമുക്ക് അനലൈസ് ചെയ്യേണ്ട ടൈമാണേ. അവസാന സ്റ്റെപ്പിലെത്തി. യൂണിറ്റ് ഓവർവ്യൂ ആണ് ആദ്യം കാണിക്കുന്നത്.
ഹൗ ടു യൂസ് ദിസ് മാനുവൽ എന്ന് പറഞ്ഞു എന്ത് വേണം? എല്ലോസ് കണ്ടന്റിന്റെ സമ്മറി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹാൻഡ് ബുക്കിൽ നിന്ന് എടുത്തതായിരിക്കും. പീരീഡ് അലോക്കേഷൻ 8 പീരീഡ് അലോക്കേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ കണ്ട മോഡലിനേക്കാളും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആണ് കേട്ടോ. മൊത്തം 20 പേജാണ് പീരീഡാണ് അവര് അലോട്ട് ചെയ്തിരിക്കുന്നത്. പീരീഡ് വൈസ് ലെസൺ പ്ലാൻ. പീരീഡ് 2, പീരീഡ് 2 ലെസൺ 2, ലീഡിങ് എ സണ്ണി. ഞാനെല്ലാം വായിക്കുന്നില്ല, ആദ്യത്തെ കുറച്ച് വായിച്ചപ്പോഴേ ഓക്കെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അവസാനം വേണമെങ്കിൽ നോക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ് റൂം ടിപ്സ് ഉണ്ട്, ടീച്ചർ നോട്ട് ഉണ്ട്, സപ്ലിമെന്ററി റിസോഴ്സ് ഉണ്ട്, സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ അസസ്മെന്റ് ഉണ്ട്. കുറെ ആവശ്യമില്ലാത്തത് കുറെ ആവശ്യമുള്ളത് കാണും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു പ്രോ ടീച്ചിങ് മാനുവൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നോളജി സഹായത്താൽ തയ്യാറാക്കുന്ന ഏറ്റവും മികച്ച ടീച്ചിങ് മാനുവൽ. ഇനി മാറും തോറും AI സാങ്കേതിക വിദ്യ മാറും തോറും ഇതിലും വ്യത്യാസം വരും. കൂടുതൽ അത് നമുക്കറിയാം. കൂടുതൽ കാര്യങ്ങൾ ടെക്നോളജി വളരും തോറും ഇത് കൂടുതൽ കൂടുതൽ ഡെവലപ്മെന്റ് ഇതിനകത്ത് വരും. നമ്മളപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ സംശയം? ഈ മലയാളം ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. 4 മെസ്സേജ് വന്നിട്ടുണ്ട്. ക്ലോഡ് ഓപ്പൺ ചെയ്തപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ചോദിക്കുന്നു. ഓക്കെ സാർ, അത് ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യില്ലേ? മൊബൈലിൽ ചെയ്യുന്നത്, ഫോണിൽ, ഇനി പ്രത്യേകിച്ച് ഫോണിൽ പറയണോ? ഇതെല്ലാം സെയിം തന്നെ ടീച്ചറെ. നമ്മൾ ക്ലോഡ് ഓപ്പൺ ആക്കുക. ഞാൻ വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ ഇട്ട് തരാം. സെയിം തന്നെ, വെബ്സൈറ്റ് ചെയ്യുന്നത് ക്ലൗഡിൽ ചെയ്യുമ്പോഴും എല്ലാം സെയിം പ്രൊസീജിയറാണ്. ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇട്ട് തരാം. ഉം. വലിയ വ്യത്യാസം ഇല്ല. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്കൊരു പുതിയ പ്രോംപ്റ്റ് എടുത്തിട്ട് ന്യൂ ചാറ്റ് എടുത്ത് മലയാളം അതിനകത്ത് കൊടുക്കുക. മലയാളം നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നു അല്ലേ? മലയാളം അപ്ലോഡ് ചെയ്ത് തന്നു. ഇതല്ല, പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ഇതിനിടെ ChatGPT പറഞ്ഞൊക്കെ മറന്നുതരാം. ഞാൻ കുറച്ച് സമയം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി കാണും. ഇത് ഇംഗ്ലീഷാണ്, ഈ മലയാളം തൊട്ട് താഴെ അതാണ് മലയാളം. മലയാളം ടെക്സ്റ്റ് ബുക്ക്. ഇത് ഹാൻഡ് ബുക്കാണ്, ഇത് ടെക്സ്റ്റ് ബുക്കാണ്, ഇത് ടീച്ചിങ് മാനുവലിന്റെ സാമ്പിൾ. ഇനി അതിന്റെ പ്രോംപ്റ്റ് എന്താണ്? മെസ്സേജ് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോഴാ ക്ലാസ്സിൽ കയറിയത്. ഓക്കെ, വീഡിയോ ക്ലാസ് കഴിയുമ്പോൾ ഇടില്ലേ? തീർച്ചയായിട്ടും ഇത്തിരി സമയം തന്നാൽ മതി. ഇതിൽ PDF ഫോർമാറ്റിൽ ഔട്ട്പുട്ട് കിട്ടണമെന്നാണ് പറയുന്നത് അല്ലേ? മലയാളം പ്രോംപ്റ്റ് എന്തോന്നാണ് അവസാനം? പ്രൊഡ്യൂസ് കണ്ടന്റ് സ്യൂട്ടബിൾ ഫോർ ഡയറക്റ്റ് ഇൻക്ലൂഷൻ ഇൻ പ്രിന്റ് റീഡിംഗ് മൈക്രോസോഫ്റ്റ് വേർഡ്
ഡോക്യുമെന്റ് ആൻഡ് PDF. ഒന്ന് മതി, ഇനി രണ്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. നമ്മൾ ഒരിക്കലും പണി കൊടുക്കാൻ പാടില്ല. ശരി, ഇനി ഈ ക്ലാസ് റൂമിലേക്ക് കിടക്കാം. അല്ല, നമ്മുടെ ചാറ്റ് ചാറ്റ് വരല്ല, അതിന്റെ പേര് ക്ലോഡിലേക്ക് കിടക്കാം. ക്ലോഡിൽ ഞാൻ കൊടുത്തു. മോഡൽ ഞാൻ സോണറ്റ് 5 ആണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സെൻഡ് കൊടുക്കും. ശ്രദ്ധിക്കുക, ഒന്നോ രണ്ടോ മൂന്നോ ഇമെയിൽ ID നമുക്ക് ഉണ്ടാവണം. ഒരെണ്ണം ചെയ്ത് തീരുമ്പോഴത്തേക്കും, ഒരെണ്ണം തീരുമ്പോൾ പെട്ടെന്ന് തീരും. നമ്മൾ എത്ര സിപ്പ് ആക്കി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യണമെന്ന് നോക്കുക. എല്ലാം ചെറിയ ഫയലാണ്, ടെക്സ്റ്റ് ഫോർമാറ്റ് മാത്രമേ, ഇമേജുകളൊന്നുമില്ല. ഇത്രയും ചെറുതാക്കിയിട്ട് പോലും നമുക്ക് ഒരെണ്ണം തീർന്നു. ഇനി ഇതിലൊക്കെ മാക്സിമം ചുരുക്കി തന്നെ വെച്ചിരിക്കുന്നത് ഈ പ്രോംപ്റ്റിലെ. ഇനിയും ചുരുക്കിയ ഒന്നും കാണും. പിന്നെ നിങ്ങൾക്ക് ചുരുക്കാം ഇതിനകത്ത് ഈ സെക്ഷനൊക്കെ. അതിനകത്ത് ഈ അസസ്മെന്റ്, ഒബ്സർവേഷൻ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ല. വർക്ക്ഷീറ്റ് ഒക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. വർക്ക്ഷീറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ഉണ്ടാക്കിയൊക്കെ. അപ്പൊ സ്വന്തമായിട്ട് ചിന്തിച്ചൊക്കെ എടുത്തതാണ്. 9:20. ഇതിന് 10 മിനിറ്റ് എടുക്കും. ഇനി ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും സംശയങ്ങൾ. ആ, ഇതാണ് നമുക്കൊരു അറിഞ്ഞിരിക്കേണ്ട സാധനം. ഇതിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും നല്ല ഒരു വശങ്ങളിലൊന്നാണ്. എല്ലാ ടൂളുകളിലും ഉണ്ട്. ക്ലോഡിൽ ഒരു പ്രത്യേകിച്ച് വിൻഡോ ആയിട്ട് വരും, ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ വിച്ച് ലെസൺ വിത്തിൻ യൂണിറ്റ് 1 ഷുഡ് ദിസ് പീരീഡ് ബി ഫ്രം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മലയാളം പഠിപ്പിക്കുന്നില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോ. വാമൊഴി ചന്തത്തിലാണോ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതാ കഥാ കസ്തൂരി, താളവും മേളവും. വാമൊഴി ചന്ത ആയിരിക്കും അല്ലേ? ആരും കാണൂലായിരിക്കാം 3ാം ക്ലാസ്സിന്റെ മലയാളം പഠിപ്പിക്കുന്നു. ഞാൻ വാമൊഴി ചന്ത എന്നുള്ള ഊഹത്തിൽ അങ്ങ് പോവുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്ന്, വിച്ച് പീരീഡ് ഷുഡ് ഐ ബിൽഡ് ദ വെരി ഫസ്റ്റ് പീരീഡ് ഇൻ ദാറ്റ് ലെസൺ ഓർ സ്പെസിഫിക് ലേറ്റർ വൺ. ഫസ്റ്റ് പീരീഡ് ആദ്യം ഉണ്ടായിട്ടാ നോക്കട്ടെ, നിന്റെ വാക്ക് കൊള്ളാമോ, എങ്കിൽ ബാക്കിയുള്ള വർക്ക് എന്തായാലും. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓരോന്നിന്റെയും ചെറിയ ലെസൺ വീതം നമുക്ക് എടുത്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അത് ഇങ്ങോട്ട് ചോദിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട്. അതൊരു നല്ലൊരു പ്രാക്ടീസാണ്. നമുക്ക് ഈ പ്രോംപ്റ്റിന്റെ താഴെയായിട്ട് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം തയ്യാറാക്കിയാൽ മതി എന്നൊരു പ്രോംപ്റ്റ് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും താഴെയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിന്റെ അടുത്ത സ്റ്റേജിലൊക്കെ ചെയ്താൽ മതി. അഡ്വാൻസ് സ്റ്റേജിലൊക്കെ ഇപ്പൊ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഈ 3 സാധനങ്ങളും ചെയ്ത് ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ AI, ഇപ്പൊ നമ്മളെ വീട്ടില് ഇപ്പൊ ഒരാൾ ജോലിക്ക് ഒരു ബംഗാളി വന്നു ഉപയോഗിച്ചു. അപ്പൊ അയാളടുത്ത് പറയാണ്, നിങ്ങൾ ആ പറമ്പ് ഫുള്ള് വൃത്തിയാക്കാൻ പറയാം. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ വെട്ടി എല്ലാം, നല്ല ചെടി എല്ലാം വെട്ടി, നല്ല ചെടി പന്ന ചെടി എല്ലാം വെട്ടി, എല്ലാം വെട്ടി ക്ലീൻ ആക്കും. ഇല്ലേ? അതുപോലെയാണ് AI. നമ്മളത് വളരെ സ്പെസിഫിക് ആയിട്ട് നിനക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് അതനുസരിച്ച് ജോലി തുടങ്ങിയാൽ മതി. അവൻ പറയും, അവിടെ കാണുന്ന നല്ല ചെടികളെയൊക്കെ കീപ്പ് ചെയ്യണോ? അപ്പൊ നമ്മൾ യെസ് എന്ന് പറയും. പുല്ലെല്ലാം നല്ല രീതിയിൽ മാറ്റണോ? ഓ, മാറ്റണം. അങ്ങനെ ഓരോ 10 ചോദ്യമായിട്ട് നമ്മൾ ഈ AI കൊണ്ട്, AI തന്നെ ചോദിച്ചോളൂ. നമ്മൾ 10 ചോദ്യം ചോദിക്കാൻ പറഞ്ഞാൽ 10ഓ 5ഓ, അപ്പൊ അത് ചോദിക്കാൻ അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിട്ടെ ഫൈനൽ റിസൾട്ട് അങ്ങനെയാണ് വരാൻ. ഇന്നത്തെ ക്ലാസ്സിന്റെ റിവ്യൂ തരണേ.
അവസാനം നിങ്ങൾ ഇതൊന്നും എന്താണ്, കാരണം പലരും പുതുതായിട്ടായിരിക്കുമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണ് മനസ്സിലാക്കിയതെന്നും കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ഇനി നമ്മൾ കൊടുത്തത് മലയാളം ടീച്ചിങ് മാനുവലാണ്. കനക ചിലങ്ക എന്നായിരുന്നു പാഠത്തിന്റെ പേര്. കനക ചിലങ്ക അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 500 to 560 ലൈൻസ് ആണ് വരുന്നത് അതിൻ്റെ അകത്ത്. അപ്പൊ അതും മനസ്സിലാക്കണം. കാരണം ഇത്രയും വരുമ്പോൾ ചിലപ്പോൾ 100 പേജിന് കൂടുതൽ പോകുമായിരിക്കാം. അവര് തരുന്ന പേജുകളിലും ഒരു ലിമിറ്റ് വേണം. നമുക്കൊരു ഞാനൊരു മനസ്സിൽ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് 100 പേജിനകത്ത് വേണം എന്നുള്ളതാണ്. തയ്യാറാക്കി തരുന്ന ഒരു ഫൈനൽ ടീച്ചിങ് മാനുവലിൽ 100 പേജിനകത്ത്. ബാക്കി ഈ പറയുന്ന അഡീഷണൽ ഒക്കെ നമുക്ക് അല്ലാതെ തന്നെ ചെയ്യിക്കാം. ഇന്നൊരു ടീച്ചർ കുറെ ഇങ്ങനെ സാധാരണ ചെയ്യുന്ന കുറെ പ്രവൃത്തിയൊക്കെ ഇതിനകത്ത് ചെയ്ത് കാണിച്ചത്. ആരും പറഞ്ഞല്ല, അവര് തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തി ചെയ്തതാണ്. അതായത് ക്ലാസ് റൂമിൽ കൊടുക്കുന്ന ആക്ടിവിറ്റി ടീച്ചിങ് മാനുവൽ അല്ലാതെ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടി കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞ് താഴെ പ്രോംപ്റ്റ് കൊടുത്തു. അപ്പൊ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നു. ഒരു നോക്കുകയാണെങ്കിൽ സിമ്പിൾ കാര്യമാണ്, വലിയ കാര്യമല്ല. പക്ഷെ വ്യത്യസ്തമായി ചിന്തിച്ചു ആ ടീച്ചർ. 22 പേര് ആരും പോയിട്ടില്ല. ടീച്ചിങ് മാനുവലിലേക്ക് ഒരു പവറെ. ഓരോന്നിന്റെയും ഈ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഞാനിതിനെ വായിച്ചു നോക്കുന്നു. എല്ലാവരും വായിച്ചു നോക്കാറില്ല. ഞാനും നോക്കുന്നത് അതിന്റെ ഓരോ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത് എന്ന് അറിയാനാണ്. സാധാരണഗതിയിൽ പണി ചെയ്ത് കിട്ടിയാൽ മതിയല്ലോ. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഈ ക്ലൗഡിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വളരെ കുറവാണ് കേട്ടോ. കമ്പയറിങ് ചാറ്റ് ജി പി ടിയുടെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇപ്പൊ എല്ലാ ടൂളുകളും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ഇമേജുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അതിന് വേറെ ക്ലൗഡിന്റെ വേറെ പ്ലാറ്റ്ഫോം ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചാറ്റ് ജി പി ടി ആശ്രയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ജെമിനി ആശ്രയിച്ചേ പറ്റൂ. ഒന്ന് എല്ലാത്തിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നമുക്ക് സമയം കിട്ടുമ്പോഴേ. ഈ സെയിം പ്രോംപ്റ്റ് ഉപയോഗിച്ച് എല്ലാത്തിലും ട്രൈ ചെയ്ത് നോക്കുക. സെക്ഷൻ 30 വരെയൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു പീരീഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38 പോയത്. സെക്ഷൻ 31 കവി ഭാസ്കര പണിക്കറിന്റെ ജീവചരിത്രക്കുറിപ്പ് അധ്യാപക പാഠപുസ്തകത്തിൽ നൽകിയ പോലെ കൃത്യമായി ഉണ്ട്. ആ, ട്രൈ ട്രൈ നടക്കട്ടെ.
നമ്മുടെ പുതിയ കോഴ്സിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വന്നു, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? നിങ്ങളുടെ സുഹൃത്തുക്കളായ അധ്യാപകരെ കൂടെയൊക്കെ ഒന്ന് അറിയിക്കുക. അവരും കൂടെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് നേരട്ടെ. ഓൾമോസ്റ്റ് ഒരു വർഷത്തോളം വരുന്ന കോഴ്സാണ്. നമ്മള് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും പഠിക്കും. ഈ ഒരു വർഷത്തോടെ തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് സാധ്യത. മാർച്ചിന് മുമ്പൊക്കെ പഠിച്ചാൽ കൊള്ളാം. ഫീസ് വ്യത്യാസം വരും. ഓണം കഴിയുമ്പോഴത്തേക്കും ഫീസ് വർദ്ധിക്കും. ഫീസ് വർദ്ധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ഈ ഫീസ് കൊണ്ടാണ് നമ്മൾ ഈ എന്ത് ചെയ്യണമെന്ന് അറിയും. നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവർക്കും അറിയാലോ. ഈ ചാനലിലോട്ടുള്ള കണ്ടന്റ് ഇടുന്നത് ഇതെല്ലാം AI തയ്യാറാക്കി തരുന്നതാണ്. പലതും പെയ്ഡാണ്. അപ്പം ഇതിന്റെ ചാർജുകൾ ഭയങ്കരമായിട്ട്, കണ്ടന്റ് കൂടുന്തോറും ചാർജ് കൂടിക്കൊണ്ടിരിക്കും. ഈ ക്ലോഡിന്റെ തന്നെ നമ്മളെടുത്ത പാക്കേജ് എന്ന് പറഞ്ഞാൽ 18,000 രൂപയാണ് ഒരു മാസം, ഇവരുടെ ഒരു പെയ്ഡ് പ്ലാൻ. അപ്പൊ അതുപോലെയാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കോഴ്സും ചെയ്തവർക്കും ചെയ്യാത്ത എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഒന്നാം ക്ലാസ് മുതലുള്ള എല്ലാ കണ്ടന്റ് ഇപ്പോൾ അതിനകത്ത് വരുന്നുണ്ട്. 1, 2, 3, 4, 5 ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ് വരുന്നുണ്ട്. പിന്നെ ജനറൽ നോളേജ് ക്വസ്റ്റ്യൻ മലയാളം ഇംഗ്ലീഷും വരുന്നുണ്ട്. ഹിന്ദി റീഡിംഗ് കാർഡ്, മാത്സിന്റെ വർക്ക്ഷീറ്റ്. അതിങ്ങനെ കൂടി കൂടി വരും ദിവസങ്ങൾ പോകുമ്പോൾ. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ടാണ്. എന്നാലും നഷ്ടം വരില്ല എന്നാണ് എനിക്ക്, നിങ്ങളാരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നഷ്ടം എന്ന് പറയില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ കഴിഞ്ഞ ഇല്ല, ബ്ലിങ്ക് ചെയ്യണം. അല്ലെങ്കിൽ കാത്തിട്ട് അവസാനം ഇത് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ പോലെ പറയൂ, ഒരു 2 മണിക്കോ 3 മണിക്കോ വരാൻ പറയൂ എന്നുള്ളതാണ് എന്റെ ഒരു ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെമിനി ആശ്രയിക്കാം. ജെമിനിയെ ആശ്രയിച്ച് ജെമിനിയെ കൊണ്ടൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിപ്പിച്ച് നമുക്ക് പിരിയാം. ഉം. പേടിച്ചു. കളഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴായിരിക്കും പെട്ടെന്ന് പണി പറയും. എന്താണ് 2 മെസ്സേജ്? ഈ ഒരു ക്ലാസ് ഇത്ര രൂപയ്ക്കാവർത്താണ് സർ. കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ അത്ര ക്യാഷ് കൊടുക്കണം ഇങ്ങനെ പഠിക്കാൻ? സാർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. യെസ്, ടീച്ചർ പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മള് കമ്പ്യൂട്ടർ സെന്ററിൽ പോകുന്നതും ഇതുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ കമ്പ്യൂട്ടർ സെന്ററുകാർക്ക് എന്താ അറിയാം? ChatGPT അറിയാം, ജെമിനി അറിയാം, ക്ലോഡ് അറിയാം. ഓക്കെ, റിസൾട്ട് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. നോക്ക്, ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ കനകച്ചിലങ്ക പഠന ലക്ഷ്യം. വാ, അതൊന്ന് സ്ട്രക്ചറായിട്ട് വേറെ ഒന്നും കണ്ടില്ലെങ്കിൽ ആ ഭംഗി, അതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ വീഴും. ഫ്ലാറ്റ്, മുൻ പരിചയം, പഠന സാമഗ്രികൾ, ക്ലാസ് റൂം അറേഞ്ച്മെന്റ്, എൻട്രി ആക്ടിവിറ്റി. ഇതിനൊക്കെയാണ് നമ്മൾ ടീച്ചർമാരെ കിടന്ന് കരയണം. ടീച്ചിങ് മാനുവൽ തരൂ, ടീച്ചിങ് മാനുവൽ തരൂ. വല്ല കിടന്ന് കരയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു ക്ലോഡ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഈ കിടന്ന് ബഹളം വയ്ക്കുന്ന സമയത്ത് ഇതിലോട്ട് വന്ന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യും. എത്ര സമയം? 15 മിനിറ്റ് മാത്രമേ അതിൻ്റെ ഉള്ളൂ. എന്ത് സ്ട്രക്ചർ ആയിട്ട് തന്നിട്ടുണ്ട്. ഡൗൺലോഡ്.
ഈ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചേ. ഇനി അവിടെ പോയി ഓപ്പൺ ആക്കാം. നേരത്തെ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാത്തോണ്ടായിരിക്കും ഓപ്പൺ ആവാം. മലയാളം ടീച്ചിങ് മാനുവൽ. ഡേറ്റ് 11. ഇന്നത്തെ ഇന്നത്തെ 11 യെസ്. നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. യൂണിറ്റ് 1 കനകച്ചിലങ്ക പാഠം 1 വാമൊഴിച്ചന്തം. പീരീഡ് 1 മാത്രമാണ് തയ്യാറാക്കി തന്നത്. പീരീഡ് ഇൻഫർമേഷൻ, ലേണിംഗ് ഔട്ട്കംസ് തന്നിട്ടുണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്, പ്രീവിയസ് നോളേജ് നോക്കുന്നുണ്ട്, TLM ഉണ്ട്, എന്തൊക്കെ TLM ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതുണ്ട്, ക്ലാസ് റൂം അറേഞ്ച്മെന്റ്, എൻട്രി ആക്ടിവിറ്റി, ടീച്ചർ ടോക്ക്. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ടെങ്കിൽ ഓരോ സമയത്തിന് ആവശ്യം ഈ പ്രോംപ്റ്റ് എപ്പോഴും അവിടെ കാണുമല്ലോ. നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോൾ ഒക്കെ വന്ന് ഒന്നാമത്തെ തയ്യാറാക്കിത്ത, രണ്ടാമത്തെ തയ്യാറാക്കിത്ത, പീരീഡ് 1, പീരീഡ് 2, പീരീഡ് 3 അങ്ങനെ കൊടുക്കാം. അത് തന്നെ ആയിരിക്കും AI വലിയ ലോഡില്ല. നമ്മൾ ഈ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നത് ഒരു നല്ലൊരു ഇതല്ല. എനിക്ക് ഒരു കുറെ കാര്യങ്ങൾ ചുരുക്കിക്കളാം. അപ്പൊ ഇവിടെ ഒരു റീനെയിം ചെയ്ത് വെക്കണം. റീനെയിം ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് 3 മലയാളം TM എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വരും. അങ്ങനെ യൂണിറ്റ് 1 എന്നുള്ള കൊടുക്കും. പിന്നീട് നമുക്ക് എപ്പോഴാണ് ഇതൊക്കെ അടിയിൽ പോയിരുന്നാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ഒന്നിലും സെർച്ച് കൊടുത്ത് സെലക്ട് ചെയ്തെടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ രണ്ടാമത്തെ ക്രിയേറ്റ് ചെയ്താ എന്ന് പറയാം. പിന്നെ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മോളിൽ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ ഇനി അത് രണ്ടാമത്തെ ക്രിയേറ്റ് ചെയ്താൽ ഇനിയും 15 മിനിറ്റോളം പിടിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ടീച്ചിങ് മാനുവല് നമ്മൾ കവർ ചെയ്തു. അത്യാവശ്യം നല്ലൊരു ടീച്ചിങ് മാനുവൽ ആണ് അല്ലേ? ഇനി നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. പറയൂ സംശയങ്ങൾ. ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഉറങ്ങാതെ എന്നിട്ട് ഉറക്കപ്പം ഇരിക്കുകയാണോ? ഒരു മണിക്കൂർ ഈ പനിയും വെച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തത് നിങ്ങളൊന്നും പറയാതിരുന്നത് മോശമാണ് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഇതെന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഇതിന് മുന്നേ ഇതുപോലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? സാർ അല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് സമഗ്രയിലേക്ക് ആഡ് ചെയ്താൽ മതിയോ? ടീച്ചറെ, ഇപ്പൊ നിലവിൽ നേരത്തെ ഒരു ടീച്ചർ ഈ സംശയം ചോദിച്ചിരുന്നു. അപ്പൊ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ലെങ്തി ആയിട്ട് കാണാം. അപ്പൊ സമഗ്രയിലെ ഫീച്ചേഴ്സിൽ ഈ യെല്ലോസ് വേണ്ട, അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഉള്ളത് അല്ലേ? ശേഷികൾ അതെടുക്കാം. പ്രീവിയസ് നോളജ് ഒന്നും ആവശ്യമില്ല. അപ്പൊ അത് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. ഇല്ല എങ്കിൽ നമ്മൾ Day 10 ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അതിനകത്ത് ഇതിനെല്ലാം കൂടെ കംപ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫീൽഡ് മാത്രം അവർ തന്നെ എടുത്ത് തരും. AI തന്നെ എടുത്ത് തരും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും എങ്ങനെയാണ് ചെയ്യുന്നത്. സമഗ്ര ഓപ്പൺ ആക്കി സമഗ്രയെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും ലൈവായിട്ട്. അപ്പോൾ സമഗ്രയുമായി ബന്ധപ്പെട്ട സംശയം അപ്പോൾ ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, തംസപ്പുകൾ വരുന്നു. വെരി ഗുഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?